നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ചില ക്രിസ്ത്യാനികൾ എന്നോട് ചോദിച്ച ഒരു സംശയത്തിന്റെ ഉത്തരമാണ്. അതായത് ഈ കുർബാന സ്വീകരിക്കൽ, ഈ പെന്തക്കോസ്തുകാരൊക്കെ കത്രമേശ എടുക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇത് ഹിന്ദുക്കൾ എന്നോട് ചോദിക്കാറുണ്ട്. ശരിക്കും കുർബാന സ്വീകരിക്കൽ എന്ന് പറഞ്ഞ അപ്പവും വീഞ്ഞും ഒക്കെ അവർ പ്രാർത്ഥിച്ച് കഴിക്കുന്നു. അപ്പൊ ഇതിന്റെ പിന്നിലെ ശരിക്കും സത്യാവസ്ഥ എന്ത് എന്ന് ചോദിക്കാറുണ്ട്. ഈ വിധ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഈ പള്ളി അല്ലെങ്കിൽ ഈ പള്ളിയിൽ പോയുള്ള ആരാധന അതൊന്നും അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്നോട് പറയുന്നത് ഇത് ഉപേക്ഷിക്കുന്നത് ശരിക്കും തെറ്റായിട്ടാണല്ലോ നമുക്ക് തോന്നുന്നതെന്നാണ് അവർ പറയുന്നത്. ഞാനിത് ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത്. നമുക്കവിടെ പോയിട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങളെല്ലാം ഇപ്പൊ ഭരിക്കുന്നത് നെഗറ്റീവ് ശക്തികളാണ്. അത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധമുള്ള ഒരാൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും. കാര്യം അവിടുത്തെ രീതികളോ യേശു പഠിപ്പിച്ചതോ ശിഷ്യന്മാർ പഠിപ്പിച്ചതോ മാതൃകയോ ഒന്നും അല്ല ഇപ്പൊ നമുക്ക് ചുറ്റും കാണുന്നതല്ല. അപ്പൊ ഇത് കുറച്ചെങ്കിലും ബോധമുള്ള ഒരാൾക്ക് ഇതൊക്കെ ശരിയല്ല എന്ന് ഉള്ളിൽ തോന്നും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അടിസ്ഥാനപരമായിട്ട് ബൈബിളിൽ ശരിക്കും എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് ഒന്ന് വായിച്ചും കണ്ട് നോക്കിയാലേ അത് മനസ്സിലാവും. അപ്പോൾ പലരും എന്നോട് ചോദിക്കുമ്പോൾ ശരിക്കും ഇത് ഞാനത് പോണ്ട എന്ന് പറയുന്നു, അത് എങ്ങനെ ശരിയാകും? അപ്പൊ അത് ഒറ്റയടിക്ക് നിർത്താൻ നമുക്ക് പറ്റൂലല്ലോ, അങ്ങനെ പോണ്ടെന്ന് പറയണതും ദൈവികമല്ല എന്ന് സംശയമുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഈ അമ്പലത്തിൽ പോണ കേസ് പറയുമ്പോഴും ചിലരെന്നെ വിളിച്ചിട്ട് അമ്പലത്തിൽ പോണ്ടെന്ന് ഞാൻ പറയുന്നത് ശരിയാവുന്നില്ല എന്ന് പറയുന്നു. ചില സമയത്ത് പോണവർക്ക് പോകാമെന്നും പറയുന്നു. അപ്പൊ ആകെ കൺഫ്യൂഷൻ ആണെന്ന് പറയുന്നു. ഇങ്ങനെ ചിലര് എന്നിട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ വിധ കൺഫ്യൂഷൻ വരുന്നത്. ഒന്നും കൂടെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ട് ഈ നമ്മുടെ കുർബാന സ്വീകരിക്കൽ അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എനിക്ക് ദൈവം പറഞ്ഞെന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്നത് ശരിക്കും നമ്മൾ മതപരമായിട്ട് അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ഒരു ആദ്യ പടിയെന്ന നിലയിൽ വളർന്നു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇങ്ങനെയുള്ള ഈ ചടങ്ങുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊന്നും ഇല്ലാതെ നമുക്ക് നേരിട്ട് ആത്മീയത്തിന്റെ ഏറ്റവും ഹൈ തലത്തിലോട്ട് പോകുക എന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവം ഇല്ല. കാര്യം ബാലപാഠങ്ങളെല്ലാം പഠിച്ച് അതിന്റെ സംശയങ്ങളെല്ലാം തീർത്ത് ആ പാഠങ്ങളിലെ പരീക്ഷകളെല്ലാം പാസ്സായി വരുന്നവർക്ക് മുകളിലത്തെ പാഠത്തിലോട്ട് അല്ലെങ്കിൽ മുകളിലത്തെ ക്ലാസ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ. എങ്കിലും ഉപയോഗമുള്ളൂ, പ്രയോജനമുള്ളൂ. അപ്പൊ ബാലപാഠങ്ങളെല്ലാം പഠിക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. ഈ അമ്പലവും പള്ളിയൊക്കെ ഇപ്പോൾ നെഗറ്റീവാണ് നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പോകുന്നത് എന്ന് പറയുമ്പോഴും അവിടെ നിന്നെല്ലാം നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നുമില്ലെങ്കിലും അവിടെ കാണുന്ന തിന്മകൾ കണ്ട് നമുക്ക് ഉള്ളിൽ ചില സംശയങ്ങൾ വരികയും അത് നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ തീർക്കാനും പറ്റും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് കണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ കാശ് ആൾക്കാർ ഈ പൂജാരിക്ക് കൊടുക്കും, അല്ലെങ്കിൽ അമ്പലത്തിലെ പോറ്റിക്ക് കൊടുക്കുമ്പോൾ അതെന്തോ ഒരു ഇങ്ങനെ എറിഞ്ഞ് വാങ്ങിക്കുന്നത് തൊടൂല, കയ്യിലൊന്നും തൊടൂല. അത്ര പരിശുദ്ധമായിട്ടൊക്കെയാണ് അവര് ഈ ബാക്കിയുള്ള ആൾക്കാരെ കാണുന്നത്. ഒരു അശുദ്ധി അല്ലെങ്കിൽ ശുദ്ധി അവർ കീപ്പ് ചെയ്യും. പക്ഷെ ഈ ഏത് മാലിന്യത്തിൽ കിടന്നായിരുന്നാലും എങ്ങനെയൊക്കെ ഉള്ള കാശ് അവര് 2 രൂപ സ്വീകരിച്ചങ്ങ് വാങ്ങി. അതായത് പണത്തിൽ ഒരു മലം പറ്റിയ മീനിന്റെയൊക്കെ വേസ്റ്റ് പറ്റിയിരിക്കുന്ന കാശാണെങ്കിൽ പോലും അവരത് ഭയങ്കര ഇതായിട്ട് സ്വീകരിച്ച് വാങ്ങിച്ചു വെക്കും. പക്ഷെ മനുഷ്യരുടെ കയ്യിൽ തൊടാനൊക്കെ അവർക്ക് ഭയങ്കര ഒരു അശുദ്ധിയാണ്. അപ്പൊ ഇത് എനിക്ക് പണ്ടേ സംശയമുണ്ട്, ഇതെന്ത് ഇങ്ങനെ, അപ്പൊ അവിടെ എന്താണ് അവിടെ അശുദ്ധി എന്നൊരു സംശയമുണ്ട്. അപ്പൊ ഇതേപോലുള്ള ഒരു ഉദാഹരണം, ചെറിയ ഉദാഹരണമാണ്. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ആത്മീയ വളർച്ച വരുന്നതനുസരിച്ച് നമുക്ക് ഈ ചടങ്ങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് സംശയം ഉണ്ടാകുന്ന കാലം വരെയും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള യാതൊരു ഇതിലും ബോധം വരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംശയവും വരുന്നില്ലെങ്കിൽ നിങ്ങൾ അത്രയും നാളും ഇങ്ങനെയുള്ള ആരാധനാ കേന്ദ്രങ്ങളിൽ പോകണം. അങ്ങനെയുള്ള നിങ്ങളെ ആ ദൈവം വളരാത്ത ശിശുക്കളായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊട്ടക്ഷൻ കിട്ടും. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ശിശുക്കൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷെ നമുക്കവിടെ തൃപ്തി വരുന്നില്ല, ഇത് അവിടെ അങ്ങോട്ട് ശരിയാകുന്നില്ല. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെയൊന്നും അല്ലല്ലോ ഹൈന്ദവത്തിന്റെ ദർശനത്തിലൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതൊന്നും ഇങ്ങനെ അല്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ആവുന്നതിന്റെ ചിലപ്പോൾ ഈ കാണുന്ന ഈ ജാതി വ്യവസ്ഥകള്, ഇങ്ങനെയൊക്കെ ഉള്ള വിവേചനങ്ങൾ, ഇതൊക്കെ ശരിക്കും പണ്ട് അമ്പലങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് സമരം ചെയ്ത് മാറ്റി. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാനും നമ്മളെ ഇഷ്ടത്തിന് മാറ്റാനും ഒക്കെ ഉള്ളതാണ്. അപ്പൊ ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ഒരു പദ്ധതി ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംശയങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ആത്മീയപരമായിട്ട് വളർച്ച വന്നു തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് മറ്റവരെ കാട്ടി കുറച്ചും കൂടെ ആത്മീയ വളർച്ച ഉള്ളത് കൊണ്ടാണ്
അവിടെയൊക്കെ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു നീതിന്യായ ബോധവും ഒരു സംശയമൊക്കെ വരുന്നത്. അപ്പൊ ഈ സംശയങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്യണം. അങ്ങനെ ക്ലിയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചടങ്ങുകളിലോ അല്ലെ ഇങ്ങനെയൊക്കെ പുറമെ കാണിക്കുന്ന ഇതിലോ ഇന്ന് നമുക്ക് താല്പര്യം വരില്ല, മനസ്സിനൊരു തൃപ്തി വരില്ല. ഈ സമയത്താണ് നമ്മൾ ആത്മീയമായിട്ട് വളർന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് സ്ഥാനങ്ങൾ നമ്മളെ ശല്യം ചെയ്യുന്നത്. അതുവരെ ശല്യത്തിന് വന്നാലും നമ്മൾ കുട്ടികളായത് കാരണം, ആത്മീയത്തിൽ കുട്ടികളായത് കാരണം ദൈവത്തിന്റെ പോസിറ്റീവായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഇത് കറക്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടാണ് പലരും പിന്നെ ഈ വിധ സംശയം തിരിച്ചു ചോദിക്കുന്നത്. കാര്യം ഞാൻ നിരീശ്വരവാദം പറയുന്നതാണോ, ശരിക്കും ഭക്തിയിൽ പോകുന്നവരെ പിന്നോക്കം ആക്കുന്നതാണോ, ഞാൻ ഈ അങ്ങൂഞ്ഞും തൊടാതെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലർക്കും സംശയങ്ങളുണ്ട്, എനിക്കറിയാം. പക്ഷെ ഇത് കറക്റ്റ് മനസ്സിലാക്കി എടുത്താലേ നിങ്ങളെ സംശയം മാറും. ഇത് മനസ്സിലാക്കി എടുക്കാൻ നിങ്ങളിൽ എല്ലാവരുടെ ഉള്ളിലും നെഗറ്റീവ് പവർ ഉണ്ട്. നമ്മളെ പുറകോട്ട് പിടിക്കുന്ന ഒരു തിന്മയുടെ ഒരു മനസ്സുണ്ട്, എല്ലാവർക്കും ഒരു ശക്തിയുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാൻ സമ്മതിക്കൂല. ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വളരുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കി എടുക്കാൻ സമ്മതിക്കൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത്, ഇങ്ങനെയുള്ള ചടങ്ങുകളിലും ഇതിന്റെയൊക്കെ പിന്നിലെ വസ്തുതകളും സത്യങ്ങളും ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആത്മീയ വളർച്ച വന്നു എന്ന് മനസ്സിലാകുന്നത്. യാതൊരു സംശയവുമില്ല, ഇതൊക്കെ ഭക്തിയോടുകൂടി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിലാണ് നമ്മുടെ തൃപ്തിയെങ്കിൽ ആ തൃപ്തിയിലുള്ള കാലത്തോളം ആരാധനാ കേന്ദ്രങ്ങളിൽ പോകണം. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇതാണ് വസ്തുത. ഇനി പള്ളിയിലെ ഈ കുർബാന സ്വീകരിക്കൽ ഇതൊരു ചടങ്ങാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഈ ശരിക്ക് യേശുവിനെ ക്രൂശിക്കുമ്പോൾ ഇതൊരു കുരുതിയാണ്, ഒരു ബലിയാണ്. മനുഷ്യരാശിക്ക് അവരുടെ പാപങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അതുവരെ ഉള്ളത് ഫ്രീ ആയിട്ട് റിഡക്ഷൻ ചെയ്ത് കൊടുക്കുന്ന പ്രകൃതി ദൈവത്തിന്റെ ഒരു വ്യവസ്ഥയിൽപ്പെട്ടതാണ് ഈ യേശുവിന്റെ കുരുതി. അപ്പൊ ഇതൊരു കുരുതി കർമ്മമാണ്. അപ്പൊ അതില് വരുന്ന പ്രസാദമാണ് ശരിക്കും ഈ മാംസവും ആ രക്തവും നമ്മൾ ഭക്ഷിച്ച് അതിലൊരു ഭാഗമായി മാറണം എന്നത് ഒരു നിയമമാണ്. ഇത് യേശു തന്നെ ക്രൂശിക്കുന്നതിന് മുന്നോടിയായിട്ട് ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്തതാണ്. ഇതെന്റെ മാംസവും ഇതെന്റെ രക്തവുമാണ്, നിങ്ങളിത് ഭക്ഷിക്കുവാൻ. ഏതുവരെ ഭക്ഷിക്കണം? ഈ യേശു ശരിക്കും പറഞ്ഞാൽ പോകും, പകുതി ജോലി പൂർത്തീകരിച്ചിട്ട് പോകും. എന്നിട്ട് വീണ്ടും രണ്ടാമത് വരുന്നത് വരെ നിങ്ങളിത് തുടരണം. അപ്പൊ അതുവരെ എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യണം. ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ യേശു പറയുമ്പോഴും ഈ രണ്ടാമത് തിരിച്ചു വരുന്നത് യേശുവിന്റെ ഉള്ളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പൊ രണ്ടാമത് ഭൂമിയിൽ വന്ന് ന്യായവിധിയും ശിക്ഷയൊക്കെ ചെയ്യുന്നത് ശരിക്കും യേശുവിന്റെ ഉള്ളിലിരുന്ന് ഈ സ്നേഹവും ഇങ്ങനെയുള്ള സമാധാനവും കൃപയും ഒക്കെ എല്ലാവർക്കും കൊടുത്തിരുന്ന അതേ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് വീണ്ടും തിരിച്ചു വന്ന് ജനത്തെയൊക്കെ ന്യായം വിധിക്കാനും ശിക്ഷിക്കാനായിട്ട് ഇതേ ആത്മാവ് തന്നെ വീണ്ടും വരും. അപ്പൊ ഇതേ ആത്മാവ് വീണ്ടും വരുന്നത് വരെ നിങ്ങളിത് തുടരുവിൻ എന്ന് പറഞ്ഞു എന്നാണ് എന്റെ ഒരു ദൈവം പറയുന്നത്. പക്ഷെ യേശു രണ്ടാമത് വരും എന്ന രീതിയിൽ എല്ലാവരും കാത്തിരിപ്പുണ്ട്. പക്ഷെ ഭൂമിയിൽ നമുക്ക് വേണ്ടിയിട്ട് അദൃശ്യ രൂപത്തിൽ അന്നും ഇന്നും യേശു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് യേശുവിനെ കാണാൻ പറ്റിയതും നേരിട്ട് എന്റെ മുന്നിൽ വരാനും കഴിഞ്ഞെന്ന് വെച്ചാൽ യേശുവിന് വേണമെങ്കിൽ അങ്ങനെ ഒരു ശരീരം എടുത്ത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാം. അതിന് രണ്ടാമത് ഒരിടത്തൊന്നും വരേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ആ വരുന്നത് യേശുവാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ യേശുവിന്റെ ഉള്ളിൽ 30ാമത്തെ വയസ്സിൽ പ്രവേശിച്ചിട്ട് ക്രൂശിക്കണതിന് മുന്നോടിയായിട്ട് ആ യേശുവിൽ നിന്ന് പിരിഞ്ഞു പോയ ആ ദൈവത്തിന്റെ ആത്മാവ്, അതാണ് ന്യായവിധിക്കും ശിക്ഷയ്ക്കായിട്ട് വീണ്ടും വരുന്നത്. അപ്പൊ ഇത്രയും 2000 വർഷം മുമ്പ് വരെ ദൈവത്തിന്റെ ആ ആത്മാവ് ഭൂമിയിൽ രണ്ടാമത് വന്നിട്ടില്ല. ഇപ്പോഴാണ് ന്യായവിധിക്കും ശിക്ഷയും തുടങ്ങിയത്. കാരണം ഈ ആത്മാവ് വീണ്ടും ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് യേശുവിന്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ നിങ്ങൾ തുടരണം എന്നത് ബൈബിളിലെ നിയമമാണ്. അത് ചെയ്തേ പറ്റൂ, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ എപ്പോ ഇത് നിർത്തണം? നിങ്ങൾക്ക് സൃഷ്ടാവാൻ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായി ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കിട്ടുന്ന ലെവലിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ ആത്മാവ് ഇപ്പൊ ഭൂമിയിൽ രണ്ടാമത് വന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി ദൈവത്തിൽ നിന്നും 100% ഉറപ്പ് കിട്ടിയാൽ നിങ്ങൾക്കിത് നിർത്താം. കാരണം ഇങ്ങനെ സ്ഥിരമായി ചെയ്യുന്നവർക്ക് യേശുവിന്റെ കുരുതി പങ്കുള്ളൂ. ഇത് യേശു വെച്ച ഒരു നിയമമാണ്. അതാണ് ബൈബിളിൽ അത് പറഞ്ഞിട്ടുള്ളത്. ഇത് സഭ കറക്റ്റാ ചെയ്യുന്നുണ്ട്. പെന്തക്കോസ്തുകാരാണെങ്കിൽ ഏത് സഭക്കാരും ഇത് കറക്റ്റാ ചെയ്യും. കാരണം ഈ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഇത് നിർബന്ധമാണ്, നിങ്ങൾ ചെയ്തിരിക്കണം. ഇതാണ് ഇതിന്റെ പിന്നിലെ ഒരു വസ്തുത. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ കുറിച്ചുള്ള സീരിയസ്നെസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരിക്കലാണ് ഇത് ചെയ്യണമെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്ക് പറ്റിപ്പോയ മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ തെറ്റുകളും അറിഞ്ഞുകൊണ്ടാണെങ്കിലും പിന്നീട് ഇത് തെറ്റിപ്പോയെന്ന് തിരിച്ചറിഞ്ഞ ചില കാര്യങ്ങളാണെങ്കിലും ഇനി ഇത് ആവർത്തിക്കില്ല, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അതുകൊണ്ട് ഈ കുരുതിയിലൂടെ
അല്ലെങ്കിൽ ഈ മാംസവും ഇത് പ്രസാദമായി കഴിക്കുന്നതിലൂടെ എന്റെ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഈ പാപം അല്ലെങ്കിൽ കർമ്മത്തെ ഇളവ് ചെയ്ത് തരണം എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് വേണം നമ്മൾ ഈ ഒരു ചടങ്ങ് ചെയ്യാൻ എന്നാണ് ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ക്രിസ്ത്യാനികൾ ഇത് തുടരണം. ഹിന്ദുക്കൾക്ക് ഇതിന്റെ കാര്യം മനസ്സിൽ എന്തുകൊണ്ടാണ് ഇത് ചെയ്യണം എന്നുള്ളത് പിടികിട്ടിയില്ലേ? ഇതൊരു പ്രസാദമാണ്, എല്ലാ ആഴ്ചകളിലും നമ്മൾ ചെയ്യേണ്ടതാണ്. യേശു ഇത് പഠിപ്പിച്ചത് ഏതെങ്കിലും പള്ളികളിലോ ആലയത്തിലോ ഇരുന്ന് ചെയ്യാനല്ല യേശു പഠിപ്പിച്ചത്. ഓരോ വീട്ടിലും അതാത് ഗൃഹനാഥന്മാർ, ആ വീട്ടിലെ മൂത്തവർ അല്ലെങ്കിൽ ആ കാരണവർ, അവർ പ്രാർത്ഥിച്ചും കൊണ്ട് ഇങ്ങനെ ചെയ്ത് ബാക്കി കുടുംബാംഗങ്ങൾക്കും ഇത് വീതിച്ചു കൊടുക്കണം എന്നാണ് യേശു മാതൃക പഠിപ്പിച്ചത് എന്നാണ് എന്നോട് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും പള്ളിയിലെ പുരോഹിതൻ വഴി അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും പുരോഹിതനിലൂടെയാണ് ഇത് ചെയ്തതെന്ന് യാതൊരു ഇതുമില്ല, അങ്ങനെ ഒരു വകുപ്പില്ല. അവരവരുടെ കുടുംബത്തിൽ, കാരണം ഒരു സഭ എന്ന് പറയുന്നത് ഒരു കുടുംബത്തില് അല്ലെങ്കിൽ 2 or 3 പേർ ഒന്നിച്ചിരുന്ന് എവിടെ പ്രാർത്ഥിച്ചാലും അതാണ് ശരിക്കും സഭ. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വരും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കിയിരുന്നെങ്കിൽ പലർക്കും ഇത് സംശയങ്ങൾ വരില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ആരാണോ അവിടെ മുതിർന്നതായിട്ട് നിൽപ്പുള്ളത് ആ വ്യക്തി ഇത് ചെയ്താൽ മതി. അതിനുവേണ്ടി നമ്മൾ പ്രത്യേക സ്ഥലമൊന്നും പോണ്ട. ഇതാണ് ഇതിന്റെ വാസ്തവം. പക്ഷേ നമുക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെയാണ് ചെയ്ത് ശീലിച്ചെങ്കിൽ നിങ്ങൾ പള്ളികളിൽ പോയിട്ട് മറ്റുള്ളവർ എന്തോ ചെയ്യട്ടെ, എന്റെ മെസ്സേജ് കാണുന്ന ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ഒരാഴ്ച പറ്റിയ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ഇനി ഞാനിത് ആവർത്തിക്കില്ല, ഇനി ഞാനത് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ യേശുവിന്റെ മാംസത്തിന്റെ രക്തത്തിലും ഞാൻ പങ്കുചേരുന്നത് കൊണ്ട് ആ കർമ്മത്തിന്റെ അല്ലെ ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും എന്നെ ഇളവ് ചെയ്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അയോഗ്യമായി ഇത് ഭക്ഷിക്കരുത് എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. കാരണം അയോഗ്യമായി ഇങ്ങനെ ഇത് ഭക്ഷിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ചടങ്ങ് ചെയ്താൽ നിങ്ങൾ കൂടുതൽ രോഗികളും കൂടുതൽ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉള്ളവരായി മാറും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്താണ് ഈ അയോഗ്യത? ഇത് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ചെയ്യുന്നതാണോ അയോഗ്യത? അപ്പം പറഞ്ഞ അതല്ല, അറിഞ്ഞും കൊണ്ടും വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നവൻ ഈ ഇങ്ങനെ വകുപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇളവ് കിട്ടുമല്ലോ എന്ന ബുദ്ധി ഉപയോഗിച്ചും കൊണ്ട് ഇതിനെ തുച്ഛീകരിച്ചും കൊണ്ട് ഒരു യോഗ്യതയും കൽപ്പിക്കാതെ ഇത് ചടങ്ങ് പോലെ ചെയ്യുന്നവന് ഇത് ശിക്ഷയായിട്ട് മാറും, അല്ലെങ്കിൽ അത് ഇരട്ടി തിരിച്ചടിക്കും, അത് അവനത് ദോഷമായിട്ട് മാറും എന്നാണ് ദൈവം പറയുന്നത്. ശരിക്കും ആത്മാർത്ഥതയോട് ഞാൻ ഈ തെറ്റ് ചെയ്യില്ല, എനിക്ക് അബദ്ധം പറ്റി, ദയവ് ചെയ്ത് ഇളവ് ചെയ്ത് തരണേന്ന് ഹൃദയത്തിൽ തട്ടി അത്രയും ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഫലമുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വെറുതെ ഒരു പീസ് ബ്രെഡോ എന്തെങ്കിലും കഴിക്കുന്നു, കുറച്ച് വീഞ്ഞും കഴിക്കുന്നു, അന്നല്ലാതെ ഇതിനപ്പുറത്ത് വേറെ ഒരു ഫലവും ഇങ്ങനെ ചടങ്ങ് പോലെ ചെയ്താൽ വരില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് കേട്ട ഉടനെ അത് വെറുതെ ഒരു ബ്രെഡും വെറുതെ വീഞ്ഞു പോലെ ആയിപ്പോയി എന്ന് ഞാൻ പറഞ്ഞെന്നല്ല പറയണത്. നിങ്ങളുടെ ഉള്ളിൽ ഇതൊരു ചടങ്ങായിട്ടാണ് തോന്നി ചെയ്യണമെങ്കിൽ അത് വെറും ചടങ്ങ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു തത്വമുണ്ട്, എനിക്ക് ഇളവ് കിട്ടും, ഞാൻ ആ തെറ്റ് ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ ഇതിലൂടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുന്നത് വരെയുള്ള ചില തെറ്റുകൾക്കും അബദ്ധങ്ങൾക്കും അല്ലെങ്കിൽ അതിൽ നെഗറ്റീവ്സ് ഒക്കെ നിങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നും ഫ്രീ ആയിട്ടൊരു ഇളവ് കിട്ടും എന്നതാണ് ഇതിന്റെ നിയമം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.